ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ്. ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് വളരെ നാച്ചുറലായിട്ട് എടുത്തിയാണ് കേട്ടോ, കുറേ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ 2 റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കുറേ ക്ലീനിങ് ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ, കിച്ചൺ ക്ലീനിങ് ടിപ്സ്. ഇന്ന് ഇലൂന് മദ്രസയിലെ ദിവസമാണ് കേട്ടോ. ഇലൂന് മദ്രസ സ്റ്റാർട്ടായ പിന്നെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണിത്. അപ്പോൾ ഇതാ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ ആക്കി കൊടുത്ത് ഇലൂനെ മദ്രസയിൽ അയച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും പിന്നെ ലഞ്ചിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇതാ രാവിലെ 7 മണിയായിട്ടുണ്ട്. ഇലു മദ്രസയിലേക്കെല്ലാം പോയ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും പിന്നെ ലഞ്ചിൻ്റെ എല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. രാത്രിയെല്ലാം ക്ലീൻ ആക്കി വെക്കുന്നതുകൊണ്ട് കിച്ചൺ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചായൻ്റെയും കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ട്, അത് പെട്ടെന്ന് കഴുകി വെക്കുക. എന്നിട്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ തുടങ്ങാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് അലക്കാനിട്ടാണ് കേട്ടോ. ഈ സമയം തന്നെ അലക്കാനിട്ടാൽ നമ്മൾ കിച്ചണിലെ പണി കഴിയുമ്പോഴത്തേക്ക് അലക്കും കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സമയം തന്നെ അധികം ഇടലാണ്. പിന്നെ മടിയില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും മടിയുണ്ടാവും. അപ്പോൾ ആ മടിയോട് കൂടി തന്നെ പണിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മുഷിപ്പാവും. ആ മടി നീക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മടി നീക്കി വെക്കാനല്ല, മടി മാറിയിട്ട് തന്നെ നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചായൻ്റെയും ആ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകിയ പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കലാണ്. അതാവുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചോറും റെഡിയാവും. പിന്നെ നമ്മുടെ കിച്ചൺ ഇപ്പം ക്ലീൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലുള്ള സാധനങ്ങൾ മാക്സിമം കുറച്ച് വെക്കാൻ നോക്കുക. നമ്മൾ ഡെയിലി യൂസ് ആക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം അവിടെ വെക്കാൻ നോക്കുക. അതാകുമ്പം നമ്മുടെ കിച്ചൺ എപ്പം നല്ല നീറ്റിലുണ്ടാവും. അങ്ങനെ ഇതാ ചോറിന് വേണ്ടിയിട്ടില്ല അരിയെല്ലാം കഴുകലാന്ന്. ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മുടെ രാത്രി യൂസാക്കിയ പാത്രങ്ങളെല്ലാം ഉണങ്ങിയ പാത്രങ്ങളെല്ലാം അൽമറിയിൽ വെക്കാനും പിന്നെ അലക്കിയ ഡ്രസ്സ് മടക്കാനും അതെല്ലാം ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതാകുമ്പോൾ നമുക്ക് ബോറും അടിക്കില്ല, നമ്മുടെ പണിയെല്ലാം പെട്ടെന്ന് ഫിനിഷ് ആവുക തന്നെ ചെയ്യും. പിന്നെ വേറെ കാര്യം, എല്ലാവർക്കും വേറെ വേറെ റൂട്ടീനായിരിക്കും. ഓരോരോ ദിവസം ഓരോരോ റൂട്ടീനായിരിക്കും. എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ എല്ലാവരുടെയും ഒരുപോലെയല്ല. ചില സമയം ഭയങ്കര മടിയായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ചില സമയം പറ്റുന്ന പോലെ പണിയെല്ലാം ചെയ്യും. അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു സ്നാക്കാക്കാൻ വേണ്ടിയിട്ട് പച്ചരി എടുത്ത് വെക്കലാണ്. ഇത് റെസിപ്പി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ, പക്ഷെ പറ്റിയിട്ട. ഈ പണിയെല്ലാം ആകുമ്പോൾ തന്നെ നല്ല ടയേർഡായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായി. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആ റെസിപ്പി വീഡിയോ ആയിരിക്കും കേട്ടോ. പച്ചരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ആക്കി വെച്ചത്. പിന്നെ ഇതാ മുട്ട എടുക്കുന്നുണ്ട്. ഇന്ന് മുട്ട മസാലയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. മുട്ട മസാലയും പിന്നെ അരിപ്പത്തിരിയും. അപ്പോൾ മുട്ട മസാലേൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ചോറായിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് രാത്രിത്തെ അയിലക്കറിയാണ്. രാത്രി അയിലക്കറിയാണ് കേട്ടോ ഉണ്ടായിന്. അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ മറ്റേ അടുപ്പിൽ നമ്മുടെ മുട്ട മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ബോയിലാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്തെന്ന് പറഞ്ഞാൽ, നമ്മളിതുപോലെ തൊലി കളഞ്ഞ് വെക്കുന്ന ഇതെല്ലാം ഇല്ലേ, അത് സവാള കട്ട് ചെയ്യുന്നതിന് മുന്നിൽ 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. 10 സെക്കൻഡിൻ്റെ പണിയാണ്. ഈ തൊലിയെല്ലാം നമുക്ക് വേസ്റ്റ് ബിന്നിലിടാം. ഇതുപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്താൽ നമുക്ക് ലാസ്റ്റിലേക്ക് പണി കൂടില്ല. നല്ല ഇൻട്രസ്റ്റോടെ തന്നെ ബാക്കി പണിയെല്ലാം ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതാ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെക്കുന്നുണ്ട്. പാൻ നല്ല ചൂടായി വരുമ്പം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓയിൽ ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില പൊട്ടിയിട്ട് ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് സവാളയില്ലേ അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ സവാള ചിക്കൻ കറിയും ബീഫ് കറിയെല്ലാം ഉണ്ടാക്കുന്ന പോലെ ബ്രൗൺ കളറാകുന്നവരെ ഉപ്പിടാൻ വെയിറ്റ് ആക്കണ്ട കേട്ടോ. ഒന്ന് വാടിയിട്ട് കളർ മാറി വരുമ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മുട്ടക്കറിയിൽ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് തന്നെ കൂടിപ്പോവും. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് വേണമെങ്കിലും ഇടാമല്ലോ. അങ്ങനെ ഇതാ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സവാളൻ്റെയും കറിവേപ്പിലയെല്ലാം മിക്സായൊരു നല്ലൊരു അടിപൊളി മണമെല്ലാം വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും പിന്നെ ഒരു 2-3 തക്കാളി, മീഡിയം സൈസിലെ തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടാവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതാ തക്കാളി ഏകദേശം ഉടഞ്ഞു വരുന്ന ആ സമയം നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മസാലയിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ടൊരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, കറിൻ്റെ പുളിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്യാം. അപ്പോൾ ഗ്രേവിയിൽ പുളിയും മസാലയെല്ലാം മിക്സ് ആവാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ആ സമയം എന്താ ഇതുപോലെ ഒരു നനഞ്ഞ തുണി എടുക്കുക. എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും സ്റ്റൗ ടോപ്പും എല്ലാം തുടക്കുക. നമ്മുടെ മസാലയുടെയും പിന്നെ വെളിച്ചെണ്ണ തെറിച്ചതിൻ്റെ എല്ലാം സ്റ്റെയിൻസ് എന്തായാലും അവിടെ ഇവിടെ എല്ലാം ആയിട്ടുണ്ടാവും. നമുക്ക് 10-20 സെക്കൻഡ് മാക്സിമം അത്രയും മതി. ഈ സമയം തന്നെ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ കുക്കിംഗ് പണി തീരുമ്പോഴത്തേക്ക് നമ്മുടെ കിച്ചൺ സൂപ്പർ ക്ലീൻ ആയിരിക്കും. ഇതുപോലത്തെ എല്ലാ ടിപ്പ് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത് എന്തെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ മുട്ടയുടെ തൊലിയെല്ലാം കളയുന്ന സമയം നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ബേസിനിലോ ഇടുന്നതിനേക്കാളും ഇതുപോലെ തന്നെ അടുത്തൊരു പ്ലേറ്റ് വെച്ചിട്ട് ആ കുക്കറിലേക്ക് തന്നെ തൊലി ഇട്ടിട്ട് എല്ലാ മുട്ടയുടെ തൊലി കളഞ്ഞതിന് ശേഷം അത് അങ്ങനെ കൊണ്ടുപോയിട്ട് വേസ്റ്റിൽ ചാടിയാൽ ആ ഒരു പണിയും നമുക്ക് ഫ്രീ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രേവിയെല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ പൂങ്ങി വെച്ച മുട്ടയിൽ അതിട്ട് കൊടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ പകുതിയാക്കിയിട്ട് വേണമെങ്കിൽ ഇടാം, 4 പീസായിട്ട് വേണമെങ്കിൽ ഇടാം. എങ്ങനെ ഇടാം കേട്ടോ. ഇത് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. എന്നാലേ മുട്ടയും മസാലയെല്ലാം നല്ല പോലെ മിക്സായി കിട്ടും. അപ്പോൾ ഇനി ചോറിന് കറി വേണ്ടേ. ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടലയും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം വെള്ളപ്പയർ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ കഴുകി വെക്കുക. ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കുമ്പം കുറച്ച് ലൂസായിട്ടും പിന്നെ പത്തിരിയോ ദോശയോ അതെല്ലാം കൂടി കഴിക്കുമ്പം കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതാ 2 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയും 1 തക്കാളിയും പിന്നെ 3-4 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന ആ പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ കുക്കറിൽ ഒരു 6 വിസിലോളം കുക്ക് ചെയ്തിട്ടുണ്ട്. അതാവുമ്പം കറക്റ്റ് വേവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കുക്കറിൻ്റെ വിസിലും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അരിപ്പത്തിരിയാന്ന് കേട്ടോ ചുടുന്നത്. പൊടി കൊണ്ട് ചുടുന്നതാണ്. അരി പൊടിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കിയാൽ മതി. അരിപ്പൊടിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചെറുചൂട് വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഇത് നമ്മൾ നല്ല സോഫ്റ്റ് ഡോ ആകുന്നവർ ചെറുചൂട് വെള്ളത്തിൽ ഈ പൊടിയെല്ലാം കുഴച്ചെടുക്കുക.
ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി 2 മിനിറ്റോളം നല്ലപോലെ കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് പത്തിരി കിട്ടും. അപ്പോൾ ഇതാ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കിച്ചൺ ക്ലീനിങ് ടിപ്പിൻ്റെ അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത സാധനമില്ലേ ആ സ്ഥലത്ത് തന്നെ അന്നേരം തന്നെ തിരിച്ചു വെക്കണം. ഞാൻ ഇപ്പോൾ എണ്ണയുടെ കുപ്പിയും പിന്നെ ഉപ്പിൻ്റെ പാത്രമെല്ലാം ഇല്ലേ അത് ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇടലിലെ പൊടിയെല്ലാം ആയിട്ടുണ്ട്. ആ സമയം തന്നെ തുടച്ചാൽ മാക്സിമം ഒരു 10 സെക്കൻഡ്. ഈ ഒരു 10 സെക്കൻഡിന് വേണ്ടി നമ്മൾ ലാസ്റ്റോളം കഷ്ടപ്പെടേണ്ടല്ല. നമുക്ക് കിച്ചൺ ക്ലീൻ ആയിട്ട് കാണുകയും ചെയ്യും. നമുക്ക് പണിയെടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ പണി കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പത്തിരി ചുടാൻ സ്റ്റാർട്ടാവാം. നമ്മൾ പത്തിരി ഇങ്ങനെയാണ് കേട്ടോ ചുടൽ. യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ചിലവർ കൈവച്ച് പരത്തിയിട്ട് ചുടുന്ന കാണലുണ്ട്. ചിലവർ പ്രസ്സിൽ തന്നെ പരത്തിയിട്ട് ആ പ്ലാസ്റ്റിക് കവർ വെക്കാണ്ട് ചുടുന്നതും കണ്ടിട്ടുണ്ട്. എങ്ങനെയല്ലോ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ പത്തിരി ചുടുന്നതിന് മുന്നേ ബോൾസ് ആക്കി വെച്ചാൽ നമുക്ക് പിന്നെയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈ സമയമാകുമ്പം ഇരുന്നിട്ടെല്ലാം എന്നിട്ട് ചുടൽ. കുറേ സമയം നിൽക്കാൻ കാല് വേദനിക്കുന്നതായിട്ട് അധികവും ഇപ്പോൾ ഇരുന്നിട്ടാണ് പത്തിരിയെല്ലാം ചുടൽ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സമയം നിന്നിട്ട് കാണിച്ചു തന്നിട്ടാ. ഇനി അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കുക്കറിൽ ബീഫ് കറി വെച്ചാലും ഉണ്ടാവും, പച്ചക്കറി എല്ലാം കുക്കറിൽ വെക്കുന്നില്ലേ ഇതുപോലെ മേലെ സ്റ്റെയിൻസ് കാണും. അപ്പോൾ ആ സമയം നമ്മൾ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകിയാലും പ്രശ്നമില്ല. ഇതുപോലെ കുറച്ചും കൂടി ഈസിയാണ്. നനഞ്ഞ ക്ലോത്തിൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഈച്ചയും വരില്ല. പിന്നെ നമ്മൾ എല്ലാ യൂസിലും ഇതുപോലെ തന്നെ ചെയ്താൽ കാണാനും നല്ല വൃത്തി ഉണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വന്നാൽ നമ്മുടെ കുക്കറിൻ്റെ മേലെ അതുപോലെ പറ്റി പിടിച്ച് കണ്ടാൽ നമുക്കും കാണാനൊരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെയെല്ലാം ചെയ്താൽ പെട്ടെന്ന് തന്നെ ചെയ്തു വെച്ചാൽ നമുക്ക് പിന്നീടുള്ള പണിയെല്ലാം കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഈ റെസിപ്പിൻ്റെ ബാക്കി പറയാം. നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. 6 വിസിലാകുമ്പം തന്നെ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കുക. ഇത് നല്ല പോലെ തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ആക്കാം. ഈ കറിക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ല പൊട്ടി വരുമ്പം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല വാടി വരുമ്പം അതിലേക്ക് ഒരു 4-5 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് തിള വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇതാ മൂടി വെക്കുന്നുണ്ട്. ഇതാ കിച്ചൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാ പുറത്ത് തേങ്ങ പറിക്കുന്നുണ്ട്. ഉച്ചയായിട്ടാ. ഇല്ലു മദ്രസയിൽ നിന്ന് രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ചോറ് വയ്ക്കുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ചോറ് വയ്ക്കാൻ പോലാന്ന്. അങ്ങനെ ഇതാ ചോറിൻ്റെ കൂടി കഴിക്കാൻ ഒരു നല്ല അടിപൊളി സംഭവം ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് പറയുന്നതെന്ന് അറിയില്ല. ഇതിൻ്റെ പേര് എനിക്കും അറിയില്ല കേട്ടോ. ഇത് നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്തിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വിനേഗറും പിന്നെ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് 2 പച്ചമുളക്, നമ്മൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടുക. നല്ല എരിവ് വേണമെങ്കിൽ 2 പച്ചമുളകെല്ലാം ഇട്ടാൽ മതി. അതിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് എനിക്ക് എന്തെന്ന് അറിയില്ല. എൻ്റെ പുറക്കെല്ലാം ആക്കലുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
പിന്നെ ഇത് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മധുരം കുറവാണെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടൂല. ഇങ്ങനെ ഇതാ ചോറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ചോറ് കഴിച്ച് നിസ്കാരവും കുളിയും എല്ലാം കഴിഞ്ഞിട്ട് ഇലൂൻ്റെ മദ്രസൻ്റെ ബുക്സാണ് കേട്ടോ. കുറേ ഇലൂന് മദ്രസ സ്റ്റാർട്ട് ചെയ്തിട്ട് ബൈൻഡ് ഇടണം എന്ന് പറയുന്നത് ഇടാൻ പറ്റിയിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് ഏതായാലും ബൈൻഡ് ഇടാമെന്ന് വിചാരിച്ച്. സ്കൂളിൻ്റെ കുറേ ബുക്സ് ഉണ്ട്, മദ്രസയിൽ കുറച്ച് ബുക്സ് ഇല്ലു കേട്ടോ. 4 ടെക്സ്റ്റും 1 നോട്ടേ ഇല്ലു. ഇതാ സ്കൂളിൻ്റെ ബുക്സ് അങ്ങനെ ബൈൻഡ് ഇടാൻ കുറേ ഉണ്ട് അത്രേ, പറ്റിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും മദ്രസയ്ക്കുള്ള ബുക്സിനെല്ലാം ബൈൻഡ് ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെ ബൈൻഡ് ഇടലെല്ലാം കഴിഞ്ഞ്. പക്ഷേ റൂമിൻ്റെ കോലം കണ്ടാൽ നല്ല രസമുണ്ട് കേട്ടോ. എന്താ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടില്ലേ. ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇനിയിപ്പോൾ റൂമെല്ലാം ക്ലീൻ ചെയ്യലാന്ന്. അപ്പോൾ ഇന്ന് രാത്രി ഡിന്നറിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കുറേ ടിപ്സ് എല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ, കിച്ചൺ ക്ലീനിങ് ടിപ്സും. നമുക്കിതെല്ലാം എന്തായാലും യൂസ്ഫുള്ളായ ടിപ്സ് ആയിരിക്കും. നിങ്ങളിത് എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം വലിയ പണിയൊന്നുമല്ല, നമുക്ക് വിചാരിച്ചാൽ കുറച്ച് സെക്കൻഡ്സിൻ്റെ കാര്യമേ ഉള്ളൂ. കുറച്ച് സെക്കൻഡ്സിൽ നമുക്കിതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് കുറേ പണി ഫ്രീ ആയി കിട്ടും. നമ്മളിപ്പോൾ കൂടുതൽ പേരും എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കുക്കിംഗ് ചെയ്യുമ്പോൾ ലാസ്റ്റത്തേക്ക് വെക്കലാന്ന്. അതുപോലെ ചെയ്യുമ്പം നമുക്ക് തന്നെ ഒരു പണിയെടുക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, മടുപ്പ് വരും. ഇതുപോലെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്തായാലും നല്ല ഈസി ആയിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ ദിവസമായി മഴയൊന്നുമില്ല, ഭയങ്കര ചൂടാണ് കേട്ടോ. കുറച്ച് ദിവസം മഴ പെയ്തിട്ട് നല്ല തണുപ്പെല്ലാം ഉണ്ടായിന്. ഇപ്പോൾ അതേ ചൂടെല്ലാം തുടങ്ങി. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി ചായ കുടിക്കാൻ പോലാന്ന്. ചായ കുടിച്ചിട്ട് രാത്രിത്തെ ഡിന്നറിൻ്റെ പണിയെല്ലാം ചെയ്യലാന്ന്. അപ്പോൾ ഇന്നത്തെ കുറേ ടിപ്സ് എല്ലാം പറഞ്ഞില്ലേ, അത് ഇൻഷാല്ല സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഈ ടിപ്സ് തന്നെ പറഞ്ഞിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം ഇൻഷാല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇതുപോലത്തെ നല്ല വ്ളോഗും നല്ല റെസിപ്പീസുമായി ഇൻഷാല്ല വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ വരുന്നവരെ അസ്സലാമു അലൈക്കും.